ഇതുവരെ ഫിറ്റ്നസിൻ്റെ വ്ളോഗ് ചെയ്തിരുന്നത് മാർഷൽ ആർട്സിൻ്റെ വ്യത്യസ്ത ടെക്നിക്കുകൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആളുകൾ മീൻസ് അത് താല്പര്യമുള്ള ആളുകൾ, അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ക്രമേണ കുറവാണ്. അപ്പോൾ ഒരു കുറവ് മീൻസ് നിശ്ചിത ആളുകളിലേക്ക് മാത്രമാണ് ആ ടെക്നിക്സ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ രീതി ഒന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ക്ലയൻസിൻ്റെ തന്നെ നോർമലി ഫിറ്റായ, അത് പല ഫിറ്റ്നസ് കാറ്റഗറിയുള്ള ആളുകളുണ്ട്. തീരെ ബിഗിനേഴ്സ് ഉണ്ടാവും, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവിടെ ഒരുപാട് ട്രെയിൻ ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ക്ലയൻസിനെ വെച്ചിട്ട്, വേറെ ബുദ്ധിമുട്ടുകളോ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്ത ക്ലയൻസിനെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. പലപ്പോഴും പല ആളുകൾ വന്നിട്ട് ഫീ കുറവുണ്ടോ, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഡെമോ ഉണ്ടോ, 3 ദിവസം നോക്കിയിട്ട് ട്രെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ പറയാവുന്ന വരവുണ്ട്. അപ്പം ഇനി അങ്ങനത്തെവർക്കൊന്നും പൈസ കുറക്കുണ്ടോ അല്ലെങ്കിൽ പൈസ കുറയാണ്ടോ എന്ന് വെച്ചിട്ട് പിന്നാലെ വരണ്ട, വ്ളോഗ് ഫോളോ ചെയ്താലും മതി. അപ്പോൾ ഇതിലങ്ങനെ ഇനി അങ്ങോട്ട് ആ രൂപത്തിൽ നമ്മളെ നോർമൽ ഷേപ്പിക്കുന്ന വർക്കൗട്ട്സിൻ്റെ വ്യത്യസ്ത പാറ്റേണുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും ഇനി അങ്ങോട്ട് ഈ മോഡലിലാവും. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നു, അത് ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്നു വിചാരിക്കണം. നോർമലി ഫിറ്റായിട്ടുള്ള ആളുകൾ തടി കുറക്കാൻ, വയറ് കുറക്കാൻ, ഇതുപോലെ പ്രഷർ, പ്രമേഹം, ഷുഗർ പോലത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ റെഡിയാക്കാൻ, ഇതിനൊക്കെ നമ്മളെ വർക്കൗട്ട് സഹായിക്കും. പിന്നെ ബോഡിയിലുള്ള പല അലർജി പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആരോഗ്യമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഏറെക്കുറെ അതൊക്കെ വർക്കൗട്ട് ഫോളോ അപ്പ് ചെയ്താൽ അതിന് റിസൾട്ട് കാണും. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു കൈയും കാലം പൊന്തിക്കുക, ഓടുക, ചാടുക, ഈ വക ഒരു സെറ്റപ്പിൽ ഏത് പ്രായക്കാരായാലും ആയി വരും. ഇത് ക്ലയൻസിൻ്റെ ഏത് ലെവലിലെ ക്ലയൻസാണെന്ന് സ്വാഭാവികമായിട്ടും ഞാൻ ആ വർക്കൗട്ട് കൊടുക്കുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ വർക്കൗട്ടിൻ്റെ ചെയ്യുന്നതിൻ്റെ രീതി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങളാദ്യം നിങ്ങളുടെ ലെവലിൽ തിരിച്ചു വരിക, എന്നിട്ട് വർക്കൗട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതിൻ്റെ പുറമെ പിന്നെ നമ്മളെ ഷോർട്ടായിട്ട് ഇടുന്ന വർക്കൗട്ട്സ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്താൽ ബെറ്റർ ആവും. ഇത് ആക്ച്വലി കോറിൻ്റെ ആണ്, കോർ സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ട്സാണ് ഇതിൽ കാര്യമായിട്ടുണ്ടാവുക. നമ്മളെ ബോഡി മലർന്ന് കിടന്നുകൊണ്ട് കാല് ഒരു 90 ഡിഗ്രി മടക്കിയിട്ട്, മുട്ട് മടക്കിയിട്ട് ഒരു എൽ ഷേപ്പിൽ വെച്ചുകൊണ്ട് കൈ മേലെ ആൻസർ പൊസിഷനിൽ നേരെ നമ്മളെ ഹീലിൽ വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും കിടക്കുന്ന രൂപത്തിലാണ് ഫസ്റ്റ് ഈ വർക്കൗട്ട് ചെയ്യുക. പൊതുവെ പണിയെടുക്കാൻ മടിയുള്ളവർക്ക് പറ്റിയ വർക്കൗട്ടാണത്. അതായത് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ഏറ്റവും കുറഞ്ഞ മിനിമൽ ഹാർഡ് വർക്കിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു വർക്കൗട്ടെന്നും പറയാം. മേലെ ഷോൾഡറിൻ്റെ മേലെ സ്റ്റിക്ക് വെച്ചുകൊണ്ട് കൈ രണ്ടും അതിൻ്റെ മേലെ പ്ലേസ് ചെയ്തിട്ട് അത് ഒരേ ലൈനിൽ നമ്മളെ ലോവർ മാക്സിമം സ്റ്റേബിൾ ആക്കിയിട്ട് അപ്പർ ബോഡി മാത്രം 2 സൈഡിലേക്ക് ഹീലിൽ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ ഒബ്ലിക്സാണ് എൻഗേജ്ഡ് ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് സെക്കൻഡ് വൺ. മൂന്നാമത്തെ വർക്കൗട്ട് ലോവർ ആപ്സിനുള്ളതാണ്, ലെഗ് റൈസ് ആണ്. കാലുകൾ രണ്ടും സ്ട്രൈറ്റ് ആക്കിയിട്ട് അറ്റ് എ ടൈമിൽ ഒരേ സമയത്ത് 90 ഡിഗ്രി പൊക്കുക, എന്നിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ വരിക. ഈ ഫ്ലോർക്ക് കാലുകൾ കൊണ്ടുവരുമ്പോൾ മാക്സിമം നമ്മളെ മടമ്പ് ഹീല് നിലത്ത് ടച്ച് ചെയ്യാതെ തന്നെ ശ്രമിക്കുക. അപ്പം അങ്ങനെ വീണ്ടും ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ നല്ല കനം വരും, വയറിൽ നല്ല എഫക്റ്റ് വരും. അപ്പോൾ ആൾ ബിഗിനർ ആയതുകൊണ്ടാണ് ഈ ഡെയിലി റെസ്റ്റും ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത്. മാക്സിമം അത് അറ്റ് എ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. വല്ലാതെ ബുദ്ധിമുട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാലവിടെ നിലത്ത് വെച്ചിട്ട് വീണ്ടും റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമത്തെ വർക്കൗട്ട് വരുന്നത് മൗണ്ടൻ ക്ലൈംബേഴ്സാണ്. മൗണ്ടൻ ക്ലൈംബേഴ്സ് പൊതുവേ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് നീ ബെൻഡാക്കിയിട്ട് ചെസ്റ്റ് കൊണ്ടുവരിക. ഇതിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകണം. ലെഫ്റ്റ് നീ റൈറ്റ് കൈയിൻ്റെ അങ്ങോട്ടും, അതേമാതിരി തന്നെ റൈറ്റ് നീ ലെഫ്റ്റ് ഹാൻഡിൻ്റെ അടുത്തേക്കുമാണ് കൊണ്ടുവരുന്നത്.
ആൻഡ് ഫൈനലി 5ാമത്തെ വർക്കൗട്ട് പ്ലാങ്കാണ് വരുന്നത്. ഏകദേശം 1 മിനിറ്റ് നമ്മൾ പ്ലാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്ലാങ്ക് നിൽക്കുമ്പോൾ ബോഡിയുടെ പോസ്ചർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പൊതുവെ വരുന്നതാണ് ഹിപ്പിൻ്റെ ഊരയുടെ ഭാഗം ഒന്നല്ലെങ്കിൽ നല്ല പൈക്ക് പോസ്ചറിലെ മാതിരി ആളുകൾ പൊന്തിച്ച് പിടിക്കും, അല്ലെങ്കിൽ കാലുകൾ പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് ആക്കി വെക്കില്ല, കാലിൻ്റെ മുട്ട് ബെൻഡാക്കി പിടിക്കും. അതേപോലെ തന്നെ ലോഡ് കംപ്ലീറ്റ് ആയിട്ട് കൈയിൻ്റെ മുട്ടിൽ ആ ഒരു പോയിന്റിൽ മാത്രം കൊടുക്കും. അങ്ങനെ അല്ലാതെ മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.